സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കാം? എന്തുണ്ടാകാം? TB ഉണ്ടാകാം. മനസ്സിലായോ? വായുവിലൂടെ പടരുന്നതാണ് എന്ത്? TB. അതുണ്ടാകുന്ന ബാക്ടീരിയയുടെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എന്നതാ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈ TB ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് എന്ത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന നമ്മുടെ ഓർഗൻ ഏതാണെന്ന് അറിയോ? നമ്മുടെ ഏത് അവയവത്തെയാണ് ട്യൂബർകുലോസിസ്? ആർക്കെങ്കിലും പറയാമോ? ആരാ പറഞ്ഞ? ലങ്സ്. കറക്റ്റ്. മെയിൻ ആയിട്ട് അത് അഫക്ട് ചെയ്യുന്ന പാർട്ടാണ് ലങ്സ് അല്ലെ? ട്യൂബർകുലോസിസ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഒരു പാർട്ടാണ് ലങ്സ്. പിന്നെ ഇതിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ, അതായത് ഒരാൾക്ക് ഒരു TB വന്നു എന്നറിയുന്നത് എങ്ങനെയാണ്? സിംറ്റംസ് കുറച്ച് കാണിക്കും. ഏതാ? കഠിനമായ ചുമ, നിർത്താതെ 1, 2, 3 ആഴ്ചയൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ ചുമ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം TB. നമ്മുടെ ഹോസ്പിറ്റലിൽ പോയാലും ഒരു TB ടെസ്റ്റ് ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. നമ്മൾ 3, 4, 5 ആഴ്ചയായിട്ട് നമുക്ക് ചുമ കുറയുന്നില്ല എന്ന് കണ്ടാൽ ഉടനെ നമ്മളെ വിടുന്നത് TBയുടെ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് ഫാറ്റിക്, അതായത് ക്ഷീണം, പനി, മാറാതെയുള്ള പനി. പിന്നെ ലോസ് ഓഫ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറെ ക്ഷീണിച്ചിരിക്കും. ക്ഷയം വന്നാൽ ശ്രദ്ധിച്ചാൽ അത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, എന്താ? വിശപ്പില്ലായ്മ, അവർക്ക് ആഹാരം ഒന്നും കഴിക്കാനുള്ളൊരു ഇതില്ലായിരിക്കും, ഒരു താല്പര്യം കുറവൊക്കെ ആയിരിക്കും. പിന്നെ നൈറ്റ് സ്വെറ്റിങ്, അതായത് രാത്രി ഭയങ്കരമായിട്ട് സ്വെറ്റിങ് എന്ന് പറഞ്ഞാൽ വിയർക്കുക അങ്ങനെ വരും. ഇനി അടുത്തെല്ലാം പ്രിവെന്റീവ് മെഷേഴ്സ്, അല്ലെങ്കിൽ അതൊക്കെ തടയാം. എങ്ങനെ തടയാം? ഒരാൾ ഞാൻ പറഞ്ഞു ഇപ്പൊ എയറിലൂടെയാണ് പകരുന്നത് പറഞ്ഞു ട്യൂബർകുലോസിസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തടയാം? നമുക്ക് വരാതെ മാസ്ക് ഇടാം. പിന്നെ അവരുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക അല്ലേ? ഒരാളുമായിട്ട് TB വന്ന ഒരാളെ നമുക്ക് അറിയാമെങ്കിൽ അവരുമായിട്ടുള്ള പരസ്പരമുള്ള സമ്പർക്കം നേരിട്ടുള്ള ഒഴിവാക്കുക. കാരണം അവർ ചുമക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും എല്ലാം അത് അന്തരീക്ഷത്തിലോട്ട് അതിന്റെ ഇത് പടരാം, രോഗാണുക്കള് പടരാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരാം. പിന്നെ നമുക്ക് വരാതിരിക്കാൻ എന്താ? നമുക്ക് ഇല്ല, വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? ലീഡ് എ ഹെൽത്തി ലൈഫ് എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ വാക്സിനേഷൻ കേട്ടിട്ടുണ്ടോ? വാക്സിനേഷൻ ഇതിനൊക്കെ എതിരുള്ള വാക്സിനേഷൻ എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ തടയാൻ പറ്റും. അപ്പം ഏത് ദിവസമായിരുന്നു ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു തുടക്കത്തിൽ. 24 മാർച്ച് 24 നമ്മൾ മെയിനായിട്ട് ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ആഘോഷിക്കുന്നതല്ല, ആചരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ മനസ്സിലായാലും ബാക്ടീരിയയുടെ പേര് ആർക്കെങ്കിലും പറയാമോ? ബാക്ടീരിയയുടെ പേര് പറയാമോ? ട്യൂബർകുലോസിസ് ബാക്ടീരിയയുടെ പേര്?